കുപ്രസിദ്ധ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ അതേ പ്രവർത്തന രീതി തന്നെയായിരുന്നു മഹാരാഷ്ട്രക്കാരൻ ഗണേഷ് ചവാന്റേതും. സ്വന്തം മരണം വ്യാജമായി ചിത്രീകരിക്കാൻ വേണ്ടി ഗണേഷ് ചവാൻ കൊന്നത് ഒരു ഹിച്ച്ഹൈക്കറെയായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ മഹാരാഷ്ട്രയിലെ ലാത്തൂരിലെ ഔസ താലൂക്കിൽ പൂർണ്ണമായും കത്തി നശിച്ച കാറിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. കാറിന്റെ നമ്പർ പ്ലേറ്റ് പരിശോധിച്ചപ്പോൾ ഗണേഷ് ചവാന്റെ ബന്ധുവിന്റെ കാറായിരുന്നു എന്ന് കണ്ടെത്താനായി. ഗണേഷ് ചവാന് ഉപയോഗിക്കാൻ വേണ്ടി ബന്ധു കൊടുത്തതായിരുന്നു ആ കാർ. ഗണേഷ് ചവാനെ ബന്ധപ്പെടാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അയാൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്നും പോലീസിന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാറിൽ നിന്ന് കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ മൃതദേഹം ബാങ്ക് റിക്കവറി ഏജന്റായ ഗണേഷ് ചവാന്റേത് തന്നെയാണെന്ന് പോലീസും ഉറപ്പിച്ചു. മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. പക്ഷേ അന്വേഷണം പുരോഗമിക്കവേ, അതായത് കഴിഞ്ഞ ദിവസം പോലീസിന് എന്തൊക്കെയോ പന്തികേട് തോന്നാൻ തുടങ്ങി. പല കാര്യങ്ങളിലും സംശയങ്ങൾ ബാക്കി നിന്നു. അങ്ങനെയാണ് ഗണേഷ് ചവാനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ മഹാരാഷ്ട്ര പോലീസ് തീരുമാനിക്കുന്നത്. ആ അന്വേഷണത്തിലാണ് ഗണേഷിന് ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയത്. അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സംഭവത്തിലെ പ്രധാന ട്വിസ്റ്റ് ഉണ്ടാകുന്നത്, അഥവാ പ്രധാന ലീഡ് പോലീസിന് ലഭിക്കുന്നത്. ഗണേഷ് ചവാൻ മരിച്ചതിന് ശേഷവും ആ സ്ത്രീയുടെ നമ്പറിലേക്ക് വന്നുകൊണ്ടിരുന്ന സന്ദേശങ്ങളായിരുന്നു കേസിൽ വഴിത്തിരിവായത്. ആ നമ്പർ ആരുടേതാണെന്ന അന്വേഷണമാണ് ഗണേഷ് ചവാനെ പിടികൂടാൻ സഹായിച്ചത്. സിമ്മിന്റെ ലൊക്കേഷൻ പിന്തുടർന്ന് സിന്ധുദുർഗ് ജില്ലയിലെ വിജയദുർഗിലാണ് പോലീസ് എത്തിയത്. അവിടെ നടത്തിയ തെരച്ചിലിൽ ഗണേഷ് ചവാൻ പിടിയിലായി. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യവും ഗണേഷ് ചവാൻ തുറന്നു പറഞ്ഞു.